പരിചയമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പേര് ശ്രീധരൻ എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. പേരാമ്പ്രയാണ്. ഈ അവസരത്തിലേക്ക് കടന്നു വരുന്നത് 2015 ഓഗസ്റ്റ് മാസത്തിലാണ്. എനിക്ക് അവസരം തരുന്നത് നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറായ ബെല്ലി സാറാണ്. ഇതൊക്കെ പറയാൻ കാരണം ഈ ബിസിനസ്സിൽ നമ്മളെ ഒന്ന് കൃത്യമായി പരിചയപ്പെടുത്തുക, നമ്മൾ എങ്ങനെ ഈ ബിസിനസ്സിൽ വിജയിച്ചു എന്ന് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് മാത്രമാണ് ഈ ബിസിനസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത്. അപ്പൊ 2015 ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും പല സൗഭാഗ്യങ്ങളും എനിക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2025 എന്ന വർഷമാണ് ഇനി നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2025 എന്ന വർഷത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ 400-ൽ കൂടുതൽ ആളുകൾ ഈ മീറ്റിങ്ങിലുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന, നമ്മളെല്ലാവരും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായി 2025 നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. 2024 നിങ്ങളുടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം എന്തായിരുന്നു അതിന്റെ സ്ഥിതി എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2024 എന്ന വർഷം എനിക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ. ഒന്ന്, MI ലൈഫ് സ്റ്റൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാങ്കായ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്താൻ സാധിച്ച ഒരു വർഷമാണ് 2024. അതുപോലെ തന്നെ MI ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസ്സിൽ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ മാസവരുമാനം, എൻ്റെ ഇൻകം പറയുന്നതല്ല, ഇത് നാളെ അല്ലെ 1-2 വർഷം കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ 7 ലക്ഷം രൂപയ്ക്ക് അടുത്ത് 6,90,000 രൂപ വരെ മാസ വരുമാനം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് 2024 എന്ന വർഷമാണ്. അതുപോലെ ഇപ്പൊ 2024 ലാസ്റ്റ് ഡിസംബർ 25 കൂടി എനിക്കൊരു വീട്ടിലേക്ക്, എൻ്റെ സ്വന്തം വീട്, ഒരു 55 ലക്ഷം രൂപ വരുമാനം വില വരുന്ന ഒരു വീടും ചെറിയ സ്ഥലവും എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അവിടത്തേക്ക് താമസം മാറ്റാൻ സാധിച്ചു. ഇങ്ങനെ 2024 എന്ന വർഷത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് നേടിയെടുക്കാൻ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് സന്തോഷത്തോടു കൂടിയും ആണ് ഈ വർഷം സാമ്പത്തികപരമായിട്ടും മറ്റും എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേടാനുള്ള കാരണം ഒറ്റൊരു കാരണമാണ്. ഒന്ന്, MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഗ്ലോബൽ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാനും ഇത് വളരെ ഈ കമ്പനി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ സ്ഥിതിയിൽ കൃത്യമായി ഇത് പഠിക്കാനും ശ്രമിച്ചു, പ്രവർത്തിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഈ കമ്പനി എന്താണെന്നും കമ്പനിയുടെ പ്ലാൻ എന്താണെന്നും കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിച്ചത്. ഇതെങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: നിരന്തരമായ മീറ്റിങ്ങുകൾ, എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കാനും അങ്ങനെ അത് പങ്കെടുത്തതിന്റെ ഫലമായി ഓരോ ലീഡേഴ്സിന്റെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഇന്ന് പല ആളുകളും മീറ്റിങ്ങുകൾ എണ്ണം കുറവാണ്. പിന്നെ പരാതികളാണ്. എനിക്ക് വരുമാനം കിട്ടിയില്ല എന്ന പരാതികളും. MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവ് ഉണ്ടാവുകയില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ഈ ബിസിനസ് 93% ആളുകളും അറിയാത്ത ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്. അപ്പൊ ഇവിടെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മളും ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ വരുന്ന ആളുകൾ എങ്ങനെ നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അപ്പൊ അതിന് പറ്റുന്ന ഏക വഴി കമ്പനിയുടെ പ്രോഗ്രാമുകൾ, ടീമിന്റെ പ്രോഗ്രാമുകൾ, ലീഡേഴ്സ് നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളിലേക്കും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മളെ കൂടെ വന്ന ആളുകൾ അറ്റൻഡ് ചെയ്യിക്കുക എന്ന് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് സാധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലിരിക്കുന്ന എല്ലാ ആളുകളോടും, എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സോടും, എല്ലാ ലീഡേഴ്സോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കമ്പനിയുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറിയാൽ എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെ വിജയിച്ചു എന്ന് വെച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നിരന്തരമായ പ്രോഗ്രാമുകൾ. എല്ലാ പ്രോഗ്രാമും ശരിക്കും പറഞ്ഞാൽ 2015 സെപ്റ്റംബർ മാസം ബിസിനസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ഓരോ മാസങ്ങളും ഓരോ ആഴ്ചകളിലും കൃത്യമായി ഓരോ പ്രോഗ്രാം, ലൈഫ്സ്റ്റൈലിന്റെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന 1 വർഷത്തോളം ആ ഒരു കുട്ടി പോലും എൻ്റെ കൂടെ ഇല്ലാത്ത ഒരു വർഷം ഞാൻ നിരന്തരം ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. 2016 ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയുടെ പ്ലാനും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും ഈ കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതങ്ങളായ പല നേട്ടങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയത് പിന്നീട് നമ്മളെ വിശ്വാസത്തോടു കൂടി ആളുകളോട് ഷെയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ 2015, 2016, 2017 ഈ ബിസിനസ്സിൽ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വർഷമല്ല. പക്ഷെ 2016, 2017 ഒരാളിപ്പോ എന്നോട് ചോദിക്കുകയാണ്, ശ്രീധരൻ എനിക്ക് 2016 എന്താ ഈ ബിസിനസ്സിൽ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് പറയുന്നൊരു മറുപടി, 2015 അല്ലെ 2016 2017 ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി എന്താണെന്ന് പഠിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ വർഷം എനിക്ക് ആകെ കിട്ടിയത് ഇത്ര കുറഞ്ഞ 12,000 രൂപ, അല്ലെങ്കിൽ ഒരു വർഷം കിട്ടിയത് 12,000 രൂപയാ. ആ 12,000 രൂപ കിട്ടിയ സമയത്ത് ഞാൻ 53,000 രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഒരിക്കലും വരുമാനത്തിന് വേണ്ടിയല്ല ഞാൻ വർക്ക് ചെയ്തത്. പണം എനിക്ക് അത്യാവശ്യമാണ്, പണം കിട്ടിയില്ല എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഘട്ടമാണ്. പക്ഷെ അന്ന് തുടക്കത്തിൽ പണം കിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. പണം കിട്ടണമെങ്കിൽ ഇപ്പം ഞാൻ വിജയിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എൻ്റെ ഓർഗ് 1-ലും എൻ്റെ ഓർഗ് 2-ലും ഇപ്പൊ 5ഓളം നാഷണൽ ടീം കോർഡിനേറ്റർ പറഞ്ഞിട്ട്, അല്ല 6ഓളം നാഷണൽ ടീം, ശരിക്കും പറഞ്ഞാൽ 7 നാഷണൽ ടീം കോർഡിനേറ്റർ പറഞ്ഞിട്ട്. ഇതിലൊന്ന് ഉദാഹരണത്തിന് പറയാ, ഞാൻ 7ാം ക്ലാസ് വിദ്യാഭ്യാസം, സാധാരണ 650 കൂലിപ്പണിക്കാരൻ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല. അപ്പൊ ഇതില് എനിക്ക് വിജയിക്കണമെങ്കിൽ എൻ്റെ ഓർഗ് 1-ലും 2-ലും വിജയിച്ച വ്യക്തികൾ വരണം. ഈ വിജയിച്ച കഴിവുള്ള വ്യക്തികൾ വരണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മളെ വിജയ് സാറാണ് എൻ്റെ ഓർഗ് 1-ലെ ഏറ്റവും വളരെ സീരിയസ് ആയി ഈ ബിസിനസ് ചെയ്യുന്ന ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ, സീലിംഗ് അച്ചീവർ, കാർ അച്ചീവറായ വിജയ് സാറാണ്. എൻ്റെ 2-ൽ ഇപ്പൊ ഒരാൾ വ്യക്തി എടുക്കുക, ഇപ്പൊ എല്ലാവരും ഉണ്ട്, കുറച്ച് ഒരാൾ എടുക്കുക, ഇപ്പൊ അനിൽകുമാർ സാറാണ്. ഇവർക്കും നല്ല കഴിവുണ്ട് മാർക്കറ്റിംഗ് ബേസിൽ. ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ ഇവർക്ക് ഈ ബിസിനസ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവർക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് അവരിൽ വന്നത്? കൃത്യമായിട്ട് പറഞ്ഞാൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന പ്രോഗ്രാം ഇവരെ വിളിച്ചെത്തിക്കാൻ
തുടക്കത്തിൽ വലിയ പരിചയമൊന്നുമില്ലെങ്കിലും പക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം നിർബന്ധിച്ച് പല പ്രോഗ്രാമുകളിലേക്ക് എത്തിച്ചു. ആ പ്രോഗ്രാമിലൂടെ അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. ആ പ്രോഗ്രാമിൽ വിശ്വാസത്തോടു കൂടി അവർ പിന്നെ ഫുൾ ടൈമായി ഏറ്റെടുത്തു. അപ്പൊ അവര് ഓർഗുമെന്റൻ ടൂലും വളരെ ശക്തമായി വർക്ക് ചെയ്തപ്പോൾ അവരെ കൂടെ നിന്ന് ഞാൻ വർക്ക് ചെയ്തു, ഞാനും വിജയിച്ചു. അപ്പൊ ഈ സിസ്റ്റം ആണ് നമ്മളെ ഈ ബിസിനസ്സിൽ നമ്മളെ വിജയിപ്പിക്കുന്നത്, ഒരിക്കലും നമ്മളെ കഴിവല്ല. ഒന്നത്. രണ്ടാമത്തത് നന്നായിട്ട് പ്രവർത്തിക്കുക. കാരണം നമ്മൾ എത്ര നമ്മൾ പ്രവർത്തിക്കുന്നു അത്രയും നമ്മളെ കഴിവ് വർദ്ധിപ്പിക്കും. നമ്മൾക്ക് ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാളോട് പോലും സംസാരിക്കാൻ പറ്റാത്ത ഘട്ടം, കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സമയം. പിന്നീട് സംസാരിച്ചു ആളുകളോട് ഫോളോ അപ്പ്, നിരന്തരം ഫോളോ അപ്പിന് പോയി സ്വന്തമായി തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി മെല്ലെ എല്ലാവരോടും സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ നമുക്ക് എത്ര ആരോട് വേണമെങ്കിലും, ഇന്നിപ്പോ ഞാൻ പറയാം, കേരളത്തിലെ മലയാളം അറിയുന്ന ഏത് വ്യക്തിയോടും അവരേത് എന്ത് ജോലി ചെയ്യുന്നു, അവരെ എക്സ്പീരിയൻസ് എന്ത്, ഒന്നും നോക്കാതെ നമുക്ക് കൃത്യമായിട്ട് അവരോട് സംസാരിക്കാനും നമ്മളെ പ്ലാൻ പറയാനും നമ്മളെ ഇങ്ങനെ കാണിക്കാൻ എല്ലാം സാധിക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് വരുമാനം വരും. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു വർഷം എനിക്ക് കിട്ടിയത് 12,000 രൂപയാണ്. അന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി സ്വന്തം ലാപ്ടോപ്പ് വരെ വാങ്ങിയിട്ടുണ്ട്. ഇതൊന്നും പൈസ അക്കൗണ്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടായിട്ട് വാങ്ങിയല്ല. എന്തായാലും അന്ന് ലക്ഷങ്ങൾ കടബാധ്യതയുണ്ട്. ആ കൂട്ടത്തില് ഒരു ലാപ്ടോപ്പ് ഒരാള് അടവിനെടുത്തതാണ്. അന്ന് എനിക്ക് പഠിക്കണമെങ്കിൽ ഇങ്ങനെ സംവിധാനം വേണമെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്, പുതിയ ആളുകളോട് പറഞ്ഞത്, ഇത് നിങ്ങളൊരു ബിസിനസ് ആയിട്ട് കാണണം. ഒരു 1000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കുക, 5000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്ത് വിറ്റ് വരുമാനം ഉണ്ടാക്കുക എന്നതിൽ മാറി ഇത് ഇന്ത്യയിലെ വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ഒരു പ്രൊഫഷണൽ ആയ ബിസിനസ്സാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും. അത് ഇന്ത്യയിലെ നമ്പർ 1, എന്താ പറയാ, ഏത് സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാനോട് കൂടി ഉള്ള ഒരു, എന്താ പറയാ, ഒരു മഹത്തരമായ ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്നുള്ള തിരിച്ചറിവുണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് നമ്മൾ ഇൻകം വർദ്ധിക്കും. നമ്മളെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകും, നമുക്ക് നല്ല, എന്താ പറയാ, ടൂറുകളും മറ്റു കാര്യങ്ങളെല്ലാം പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒരു സാധാരണക്കാരനായ ആളുകൾക്ക് ഒരിക്കലും സാധിക്കാത്ത പല അത്ഭുതങ്ങളും ഈ കമ്പനിയുടെ സാധിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കണമെങ്കിൽ ഈ കമ്പനി എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ അത് എല്ലാവരും അങ്ങനെ പഠിക്കാനും നന്നായിട്ട് പ്രവർത്തിക്കാനും നന്നായിട്ട് ടാർഗറ്റ് വെക്കാനും ശ്രമിക്കുക. കാരണം ഓരോ ഗോൾ സെറ്റ് ചെയ്യണം. ഇപ്പോഴും നമ്മളെ മുമ്പിൽ ശരിക്ക് ഈ ബിസിനസ്സിൽ ഇപ്പൊ എന്താ പറയുക, 2015ഉം 2024 ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിസിനസ് ഇന്ന് റൂട്ട് കറക്റ്റാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ കമ്പനിയിലെ ആദ്യത്തെ 3750 പ്രൊഡക്റ്റ് മംഗലാപുരത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്. 3750 രൂപ. ഞാൻ ഇതിന്റെ ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്തത് ആലപ്പുഴയാണ്, പിന്നീട് തൃശ്ശൂർ ഒരു പ്രോഗ്രാം. നിങ്ങൾക്ക് ഇന്ന് MI ലൈഫ്സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ വീട്ടിൽ കിട്ടും. ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങളെ കമ്പനിയുടെ ഔട്ട്ലെറ്റ് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് റിസൾട്ട് കിട്ടിയത് അറിയാതെ ഞാൻ ആലപ്പുഴ ട്രെയിനിങ്ങിൽ നിന്നാണ് 2-3 വ്യക്തികളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത്.
നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടില്, അല്ലെ നമ്മളെ തൊട്ടടുത്തുള്ള നമ്മുടെ സുഹൃത്തിന്, ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ റിസൾട്ട് കിട്ടിയ. അടുത്തത്, ഈ കമ്പനിയുടെ ഒരു വരുമാനം വാങ്ങിയത് ഞാൻ കണ്ടത്, ഞങ്ങൾ ഈ ബിസിനസ്സിൽ പൈസ കൊടുത്ത് പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മളെ ട്രൈബലിന് സാർക്ക് വരുമാനം കിട്ടിയത്. അപ്പൊ അതിന് മുമ്പ് വരുമാനം കിട്ടിയ ആളുകളെ കാണിച്ചു കൊടുക്കല്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് 450 രൂപ മുതൽ 5000, 10000, 25,000, 1 ലക്ഷം, 2 ലക്ഷം, 2,10,000 ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന, ഇനിയിപ്പോ മാസം 15 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങുന്ന ആളുകളെ നേരിട്ട് ഓരോ ദിവസവും കാണിച്ചു കൊടുത്ത് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിത് പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തത്, നമ്മൾ പഠിക്കുക മാത്രമല്ല, നമ്മളെ ഫാമിലിയെ ഇത് പഠിപ്പിക്കണം. ഫാമിലിക്ക് പഠിച്ചാൽ മാത്രമേ ഫാമിലി നമ്മളെ ഈ ബിസിനസ്സിന് നമ്മളെ ഒരുമിച്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു സാധാരണ നമുക്ക് ഏത് വ്യക്തികൾക്കും ജോലിയുണ്ട്. ആ ജോലിയെ നമ്മൾ ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നുവോ അതുപോലെ തന്നെ ഈ ബിസിനസ്സിനെ നമ്മൾ ഫാമിലി ആയിട്ട് ഏറ്റെടുക്കണം. ഇപ്പൊ ഞാൻ പറയാ, ഇപ്പൊ ഇതിലുള്ള ഒരു ഉദാഹരണത്തിന്, ഇതിലുള്ള ഒരാള്, ഇപ്പൊ അഖില മേഡം ഒരു ICICI ജോലിയാണ് എന്ന് കരുതുക. അങ്ങനെ ആ മേഡത്തിന് ആ ജോലി സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ ലേറ്റായി, ഇപ്പൊ രാത്രിയായി, ഒരു 8 മണിക്കാണ് ജോലി കഴിയുന്നതെങ്കിൽ, അവിടെ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ രക്ഷിതാക്കളോ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പം പറഞ്ഞ ചിലപ്പോൾ അച്ഛനായിരിക്കാം, ചിലപ്പം ആങ്ങളയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് നമ്മളെ കൂട്ടി തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇനി ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാൽ എത്രയും പെട്ടെന്ന് അവിടെ ഓഫീസിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ആ ഒരു ജോലിക്ക് അത്രയും പ്രാധാന്യം നമ്മുടെ ഫാമിലി കൊടുക്കുന്നുണ്ട് എന്നതാണ്. അതുപോലെ MI ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിലും നമ്മളെ ഫാമിലി നമ്മളെ പൂർണ്ണമായി ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളിലേക്ക് ഫാമിലിയെയും എത്തിക്കണം. അപ്പൊ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാവിധം, കാരണം ഇത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇന്നതാണ് ചെയ്യുന്നത്, ഇല്ല അഖില മേഡം ഇന്നതാണ് ചെയ്യുന്നതെന്ന് അത് കോൺഫിഡൻസോട് പറയാൻ ആ ഫാമിലിക്ക് സാധിക്കണം. അവിടെ ഇല്ലാതെ ഇതൊരു 100% വിശ്വാസമില്ലാതെ ഈ ബിസിനസ് വലിയ വിജയങ്ങൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ലക്ഷങ്ങളും കോടികളും വാങ്ങാൻ പറ്റുമെന്ന് ഒരുപാട് ലീഡേഴ്സ് തെളിയിച്ചു തരും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ എന്നെ തുടക്കത്തിൽ കാണുന്ന വിജയ് സർക്കിളിനെ കൃത്യമായിട്ട് അറിയാം. ഒരു ആളുകളോട് സംസാരിക്കില്ല, കോൺഫിഡൻസ് ഇല്ല, വിദ്യാഭ്യാസമില്ല എന്നുള്ള തെറ്റായ ഒരു ധാരണ, പിന്നെ പാവപ്പെട്ടവനാന്നുള്ള ധാരണ, ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് വന്ന് ഇന്ന് എന്നെയും കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കോടികൾ, ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു കണക്കായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സാധാരണ ഒരു കൂലി 650 രൂപയാണ്. 650 രൂപ കൂലിപ്പണി എടുക്കുന്ന എനിക്ക് ഒരു മാസം 16,250 രൂപ കിട്ടും. ഈ 16,250 രൂപ കിട്ടുന്ന എനിക്ക് ഒരു വർഷം ഞാൻ വർക്ക് ചെയ്താൽ 1,95,000 രൂപ കിട്ടും. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് 72 വർഷം അധ്വാനിച്ചാൽ കിട്ടുന്ന പണം 1,42,00,000.
ഒരു സാധാരണ ഒരു വ്യക്തി 650 രൂപ കൂലിപ്പണിയിൽ നിന്ന് അധ്വാനിച്ചാൽ 1,42,00,000 രൂപ അക്കൗണ്ടിൽ വരണമെങ്കിൽ 72 വർഷം അധ്വാനിക്കണം. എന്നാൽ എനിക്ക് ഇത് വെറും 7 വർഷം കൊണ്ട് എനിക്കിത് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോ ശരിക്കും പറഞ്ഞാൽ 42ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. നമ്മൾ 72 വർഷം എന്ന് പറഞ്ഞാൽ എത്രയായി? 120 വർഷത്തോളം അധ്വാനിച്ചാൽ കിട്ടുന്ന പണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ നിലവിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടോ? ഇനി നിങ്ങൾ 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ 100% നിങ്ങൾ ഈ ബിസിനസ് ഫുൾ ടൈം കരിയറായി ചെയ്യണമെന്നാണ് പറയാ. തുടക്കത്തിൽ വരുമാനമെല്ലാം കുറവായിരിക്കാം, അതെല്ലാം തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി വർക്ക് ചെയ്യണം. അപ്പൊ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്കും കിട്ടിയിരിക്കും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കോടികൾ ഒഴുകുന്ന ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് മേഖല. ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ചെയ്യണം. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ലക്ഷങ്ങൾ മുടക്കിയാണ് നമുക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ മൈലൈഫിൽ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മനോഹാരിത ഈ ബിസിനസ്സിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, കോടികൾ ഒഴുകുന്ന ഒരു മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അതിലൊരു ചെറിയ ശതമാനം നമ്മളിലേക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും അതിൽ കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരുപാട് മേഖലകൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ കൂലിപ്പണിയിലെ ഒരു കൂലിപ്പണിക്കാരൻ എന്തൊക്കെ മേഖല ചെയ്യും അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാം ഇതിൽ പല ആളുകളും ആടുജീവിതം കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നജീബ് എന്തൊക്കെയാണോ അത് ചെയ്തത് അതുപോലെ ഞാൻ ആടിനെ വെച്ചിട്ടുണ്ട്. ആട്ടിനെ കൂടെ കിടക്കുക, ആട്ടിനെ കൂടെ ആട്ടിനെ കൊടുക്കുന്ന വെള്ളം കുടിക്കുക, ഇങ്ങനെ ആ രീതിയിൽ ഞാനും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ഒന്നും സാമ്പത്തിക ഒന്നുമില്ലാതെ ജീവിതം തന്നെ നശിച്ചു പോയ രീതിയിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് കൂലിപ്പണിയിൽ എടുക്കും. പിന്നീട് ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തി, ഒരു റെഡിമെയ്ഡ് ഷോപ്പ് നടത്തി, ഒരു കരിങ്കൽ കോര നടത്തി, സ്വന്തമായിട്ട് ഓളോബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാക്കി. ഇങ്ങനെ 4ഓളം ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂലിപ്പണികളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം അതിമനോഹരമായി എനിക്ക് മൈലൈഫ് തോന്നാനുള്ള കാരണം, ഇത്രയും മേഖലയിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് എല്ലാമായിട്ടും പിന്നീട് എനിക്ക് സമ്മാനിച്ചത്, എത്രയും അധ്വാനിച്ചിട്ടും ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് ലാസ്റ്റ് എനിക്കെന്താ സമ്മാനം കിട്ടിയെന്ന് വെച്ചാൽ, എൻ്റെ വീട് ജപ്തി ചെയ്ത് എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടികളെയും എൻ്റെ അമ്മയെയും പുറത്താക്കി ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ റോഡിൽ ഇറങ്ങിയതിൽ നിന്ന് അവിടുന്ന് താമസം, പിന്നീട് വീട് വാടകയ്ക്കെടുത്ത് അവിടുന്ന് തുടങ്ങിയ ബിസിനസ് 7 വർഷം കൊണ്ട് എന്തൊക്കെ എനിക്ക് ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു സാധാരണക്കാരായ ഒരു രക്ഷിതാവിന്റെ കടമയാണ് ഒരു മകളെ കല്യാണം അതിമനോഹരമായി കഴിക്കുക എന്നുള്ളത്. അതെനിക്ക് സാധിച്ചു. എനിക്ക് ആരെയും ആശ്രയിക്കാതെ, ഒരു കുട്ടികളോടും പോലും രൂപ പോലും വാങ്ങാതെ എൻ്റെ മകളെ കല്യാണം എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാം അത് പറയാൻ പറ്റും. കാരണം 1 രൂപ പോലും ആരോടും വാങ്ങാതെ എനിക്ക് എൻ്റെ മകളുടെ കല്യാണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഇതൊക്കെ എനിക്ക് മൈലൈഫ്. കാരണം അത്രയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു വ്യക്തിക്ക് ഏതൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളുണ്ടോ
ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു രക്ഷപ്പെടാനുള്ള ഒരു പഴുത് കിട്ടിയത് ഈ കമ്പനിയിൽ വന്നതാണ്. ഈ കമ്പനി വന്നു എന്ന് മാത്രമല്ല, നന്നായിട്ട് ഈ ബിസിനസ്സിന് ആത്മാർത്ഥമായി ഏറ്റെടുത്തു. ഒരു നിമിഷം പോലും ഞാൻ പറയാറുണ്ട്, ഒരു നിമിഷം പോലും MI ലൈഫിനെ മറന്നിട്ടില്ല. അത്രയും മൈ ലൈഫിനെ സ്നേഹിച്ചു, അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്തു. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 10-12ഓളം ദിവസം ഞാൻ ഫീൽഡിലില്ല. അതെന്റെ അമ്മയുടെ അസുഖമായി ബന്ധപ്പെട്ട് ഞാൻ വീട്ടിലും ഹോസ്പിറ്റലിലും തന്നെയായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് അത് റിലീഫായി വരുന്നുണ്ട്. അതിന് പ്രധാന പ്രൊഡക്റ്റ് നമ്മളെ 95ഉം പ്രോട്ടീൻ പൗഡറും പിന്നെ അതുപോലെ തന്നെ ന്യൂട്രിലൈഫ് 3 പ്രൊഡക്റ്റാണ് പ്രധാനപ്പെട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെ ലീഡേഴ്സ് സാറിനോട് ഇപ്പം പല അശോക് സാർ വരെ ഇന്നേ പ്രൊഡക്റ്റ് കൊടുത്തു, അതാണ് അത്രയും റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള പല ലീഡേഴ്സും പറയുന്നത് പോലെ കൊടുത്ത് ഇന്ന് നല്ല റിലീഫാണ്. അമ്മ ശരിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു എന്ന് പോയൊരു ഘട്ടത്തിൽ നിന്നും ഇന്ന് അമ്മ ശരിക്ക് സ്വന്തമായി, ഇപ്പം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ സമയത്ത് അമ്മ സ്വന്തം എഴുന്നേറ്റ് ടോയ്ലറ്റിലെല്ലാം പോയി അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ അത്രയും അത്ഭുതകരമായ മാറ്റങ്ങൾ എനിക്ക് ഈ പ്രൊഡക്റ്റിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ 12 ദിവസം ഞാൻ ഫീൽഡ് ഇല്ലാത്ത മാസത്തിൽ പോലും എൻ്റെ ഇൻകം 6 ലക്ഷത്തിന്റെ മേലെയാണ്. അപ്പൊ പാസീവ് ഇൻകം എന്ന് പറഞ്ഞ അതിമനോഹരമായ വരുമാനം. ഇപ്പം ഞാൻ ഈ 2024 രണ്ട് പ്രാവശ്യമാണ്. ജൂൺ മാസം എന്നെ പട്ടി കടിച്ചു, ഞാൻ വീട്ടിൽ കിടക്കേണ്ട ഘട്ടം വന്നു. ആ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1,85,000 രൂപയോളം എനിക്ക് ആ സമയങ്ങളിൽ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് 6,82,000 രൂപയുള്ള എനിക്ക് വരുമാനം വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് നേടിയെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഈ കമ്പനി പൂർണ്ണമായി വിശ്വസിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക, വരുമാനം വന്നോളൂ. നിങ്ങൾക്ക് നല്ല ശക്തമായ ഒരു ടീം ഓർഗ് 1-ലും 2-ലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വരുമാനം വന്നോളൂ. പക്ഷെ അങ്ങനെ ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനി മീറ്റിങ്ങുകളും, ഇപ്പം കമ്പനി മീറ്റിങ്ങുകളൊന്നും ഗസ്റ്റുകൾ വരാത്തൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും കമ്പനി മീറ്റിംഗ്, ഏത് പ്രോഗ്രാം സെന്ററുകളിലും നിർബന്ധമായിട്ടും പുതിയ ആളുകളെ പങ്കെടുപ്പിക്കുക. അതുപോലെ തന്നെ ഇന്ന് ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. നിങ്ങൾ പുതിയ ആളുകളെ കൊണ്ടുവേണേൽ നിർബന്ധമായിട്ടും ഹോം മീറ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ 1-to-1 നിർബന്ധമായിട്ടും ഒരു 5 ആളുകളോടെങ്കിലും ഒരു ദിവസം പ്ലാൻ പറയാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. പിന്നെ കൊണ്ടുവന്ന വ്യക്തികളെ നിർബന്ധമായിട്ടും ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുപ്പിക്കണം. അപ്പൊ ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ മാസം 2 RR ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട്. ആ 2 ട്രെയിനിങ്ങിലും നിർബന്ധമായി നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളെ കൂടെ വന്ന ആളുകളെയും പങ്കെടുപ്പിക്കണം. അപ്പം പല ആളുകളും പറയും, സാറേ 2,300 രൂപയല്ലേ, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ എനിക്കുള്ളൂ, പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കും? ഞാൻ പറയാ, എനിക്ക് ഒരു കഴിവുമില്ല, ശരിയാണ്, പക്ഷെ പഠിക്കാനുള്ള മേഖലയാണ്. അപ്പൊ ആ നിർബന്ധമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന ഒരാള് പോലും ആ RR ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാതെ പോകരുത്. ആ RR ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളെ പൈസ തിരിച്ചു തരും. പക്ഷെ നിർബന്ധമായിട്ടും RR ട്രെയിനിങ് പ്രോഗ്രാം ഒന്ന് നടക്കുന്നത് 14-15 അതിലും 21-22 2 പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിൽ നിങ്ങൾ ഏത് ബാച്ചിലാണോ പങ്കെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഫണ്ട് എത്രയും പെട്ടെന്ന് നാളെ തന്നെ അതിന്റെ ഫണ്ട് കൊടുത്ത് നിങ്ങളെ സീറ്റ് ഉറപ്പിച്ച് അടുത്തത് നിങ്ങൾ ഓർഗ് 1-ഉം 2-ഉം 2 ആളുകളെ നിങ്ങൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. കാരണം എനിക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് ശൈലേഷ് സാറ് 60ഓളം RR ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കിയെങ്കിൽ അതിൽ 39 പ്രോഗ്രാം നടത്താൻ അതിന് മുന്നിട്ട് നിൽക്കുകയും അതിലെല്ലാം ആദ്യം എനിക്ക് തോന്നുന്നു 1,200 രൂപയാണ് റിസോർട്ട് ഫീസ്.
അത് 1800 1900 2000 ഇപ്പം 2300 നിൽക്കുന്നത്. ഈ എല്ലാ ട്രെയിനിങ്ങും ഞാൻ പങ്കെടുക്കാനും എൻ്റെ ടീമിനെ പങ്കെടുപ്പിക്കാനും ഇത് ഞാൻ സംഘടിപ്പിക്കാനും ഞാൻ മുൻകിട്ട് ശൈലേഷ് സാർ ഡേറ്റ് വാങ്ങി റിസോർട്ട് ബുക്ക് ചെയ്ത് ആളുകളൊക്കെ ക്ഷണിച്ച് അതിൽ കൊണ്ടുവന്നിരുത്തി അവർക്കും അപ്പൊ എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഇപ്പം പല ട്രെയിനിങ്ങും പ്രോഗ്രാമിലാണ് പല സീലിംഗ് അച്ചീവർമാരും പല ആളുകളെ വള്ളേക്കല്ല. ഇപ്പൊ ഇന്നലെ DTCABO ലീഡേഴ്സ് ശൈലേഷ് സാർ DTCABO ലീഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഒരു RR നടത്തിയ അനിൽകുമാറിന്റെ റിസൾട്ട് അതിൽ ഒറ്റ RR കൊണ്ട് 10 ആളുകളോളം പെർഫോമൻസ് വിന്നറായി, 49ഓളം ആളുകൾ ഗോവ ട്രിപ്പ് വിന്നറായി. ഒറ്റ RR ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാം ഇതാണ്. അപ്പൊ അവര് വീണ്ടും 2 RR അടുത്ത ആഴ്ച തന്നെ വെച്ച് വീണ്ടും അത്രയും റിസൾട്ട്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ MI ലൈഫിൽ പ്രധാനപ്പെട്ട ഒരു പഠനം, ഒരു വിശ്വാസം, ഒരു നേട്ടങ്ങൾ ആ പ്രോഗ്രാമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 60 ആളുകൾ 49 ആളുകൾ പെർഫോമൻസ് അടിച്ചെന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾ ഗോവ ട്രിപ്പ് വിന്നായിരുന്ന ആ RR പങ്കെടുത്ത എല്ലാവരും ഗോവ ട്രിപ്പ് വിന്നായി. അതിൽ പങ്കെടുത്ത 10ഓളം വ്യക്തികൾ പെർഫോമൻസ് വിന്നറായി. അപ്പൊ അത്രയും അത്ഭുതകരമായ റിസൾട്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ് RRR ട്രെയിനിങ് പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 14, 15, 21, 22 2 ഡേറ്റുകളിലായിട്ടാണ് നമ്മളെ RR ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത്. നിർബന്ധമായിട്ടും അതിൽ ഓരോ വ്യക്തികളും പങ്കെടുക്കണം. എനിക്ക് പറ്റില്ല, എനിക്ക് പണമില്ല എന്ന് പറയരുത്. പണം റിസോർട്ടിന്റെ ഫീസാണ്, അവിടുത്തെ ഫുഡിന്റെ പൈസയാണ്. അത് കൊടുത്ത് നിർബന്ധമായിട്ടും എല്ലാവരും പങ്കെടുക്കുക. ഞങ്ങൾ പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ചെയ്താൽ 2 വർഷം കൊണ്ട് ഞങ്ങൾ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കും പറയാം, ഞാൻ മൈ ലൈഫിൽ NDC ആണ്, അല്ലെങ്കിൽ മൈ ലൈഫ് CTC ആണ്, MI ലൈഫിലെ STC ആണ്, MI ലൈഫിലെ ITC ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, എനിക്ക് ലക്ഷങ്ങൾ വരുമാനമുണ്ട്, ഞാൻ കാർ എടുത്തിട്ടുണ്ട്, ഞാൻ വീടെടുത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് വിളിച്ചു പറയണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബെല്ലി സാർ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് പല പ്രോഗ്രാമിൽ ഞാൻ പോയത്. ആദ്യം 1-2 പരിപാടിക്ക് നിർബന്ധിച്ച സമയത്ത് എനിക്കിപ്പോഴും ആലപ്പുഴയിൽ ട്രെയിനിങ്ങിന് പോകാൻ പറഞ്ഞപ്പോ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഇപ്പൊ ശ്രീധരൻ, നീ നിർബന്ധമായിട്ടും ആലപ്പുഴ ട്രെയിനിങ് പങ്കെടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു രക്ഷയില്ലാത്ത സമയത്ത്, ശരിക്കും പറഞ്ഞാൽ 100 രൂപ പോലും എനിക്ക് റോൾ ചെയ്യാൻ പറ്റാത്ത സമയത്താണ്. പക്ഷെ ബെല്ലി സാർ നിർബന്ധിച്ചത് കൊണ്ട് അതിൽ പോകാനും ആ ട്രെയിനിങ്ങിലാണ് എനിക്ക് അന്ന് അനീസ് സാറ് STC റാങ്കിലാണുള്ളത്. ആ ട്രെയിനിങ് ആണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് വന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിർബന്ധമായിട്ട് എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾ റീറ്റെയിൽ ചെയ്താൽ ഒരുപാട് ഇപ്പൊ ഇതിവിടെ നിങ്ങൾക്ക് 2300 രൂപ ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. കാരണം എന്താ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് വിൽക്കാനൊന്നും അത്ര പെട്ടെന്ന് സാധിക്കില്ലായിരുന്നു. കാരണം ഒരുപാട് ആളുകൾ പക്ക നെഗറ്റീവ് നമ്മളെ കളിയാക്കും. എന്നാൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഇത്രയും വലിയ പൈസയുള്ള പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല എന്നുള്ള വിഷയം. പക്ഷെ ഇന്നതല്ല. ഇന്ന് നിങ്ങൾ പല ആളുകളും ഒരു 5000 രൂപ 10000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു ദിവസം വിൽക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് 10000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കണം. ഇപ്പൊ നമുക്ക് കമ്പനിയുടെ നെക്സസ് എന്ന വലിയ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ MI ഉത്സവം എന്ന വലിയ പ്രോഗ്രാം വരുന്നുണ്ട്. ഈ പ്രോഗ്രാമിലെ സ്റ്റേജിൽ നല്ല അച്ചീവറായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളായിട്ട് സ്റ്റേജിൽ എല്ലാ വ്യക്തികളും ഉണ്ടാകണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകളാണ്. ആ പ്രോഗ്രാമിലെ സ്റ്റേജിൽ ഞാനും അച്ചീവറായിട്ട് ഉണ്ടാകുമെന്നുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തീരുമാനം എടുക്കണം. ഇത് ഞാൻ നിർബന്ധിച്ച് പറയുന്നതായിട്ട്
നിങ്ങൾ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. കാരണം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവും. ഇന്ന് നിങ്ങൾ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് പിന്നാലെ വലിയ വലിയ നേട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളിലും ഉണ്ടാകും. വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക് വന്നോളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 5 ലക്ഷത്തിന്റെ 6 ലക്ഷം വരെ വരുമാനം കിട്ടുന്ന സമയത്ത് തുടക്കത്തിലുള്ള കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ മീറ്റിങ്ങുകളിലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ മുമ്പ് അതല്ല. മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈസ ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് പറയുമെങ്കിൽ വണ്ടിയിൽ പെട്രോൾ ഇരിക്കാനുള്ള എണ്ണ ഉണ്ടാകാറില്ല, അല്ല പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് വണ്ടി പല സ്ഥലത്തും പോയി നിന്നിട്ടുണ്ട്. അവിടുന്ന് എങ്ങനെ പിന്നെ ഫോളോ അപ്പിന് വന്ന് ചിലപ്പോ പല ലീഡേഴ്സിന്റെ പിന്നിൽ ബൈക്കിന്റെ വേക്ക് കയറിയിട്ടാണ് പിന്നെ ഫോളോ അപ്പ് പോയിട്ടുള്ളത്. പക്ഷെ എന്നാലും എന്റെ വണ്ടി എണ്ണ തീർന്നതാണെന്നോ ഒരിക്കൽ ഞാൻ മറ്റു ടീമിനോട് പറയാറില്ല. വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി ഞാനിത് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഞാൻ ഇന്ന ബസ് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ വരണമെന്നാ പറയാ. എന്നിട്ട് അവരുടെ പിന്നിൽ കയറിയിട്ട് പോയി ഫോളോ അപ്പ് ചെയ്ത് അവർ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഇറക്കും. എന്നിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. അതിന് ചിലപ്പോ നടന്നിട്ട് പോയിട്ടുണ്ട്. 3 ദിവസം കഴിച്ചാൽ വണ്ടി എടുത്തിട്ടുണ്ട്. പെട്രോളിലായിട്ട് വണ്ടി ഓഫായി സൈഡായ സ്ഥലത്ത് നിന്ന് 3 ദിവസം കഴിച്ചാൽ വണ്ടി പിന്നെ പെട്രോൾ പൈസ റെഡിയാക്കി പോയിട്ട് വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു തുടക്കത്തിൽ. ഇന്ന് ആ കഷ്ടപ്പാടും കൊള്ളുന്നില്ല. ഇന്ന് കാർ സഞ്ചരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഇനി വേണേ ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ കമ്പനിയുടെ MD-യുടെ മകന്റെ കല്യാണം, നമ്മളെ ഫ്യൂച്ചർ MD-യുടെ കല്യാണത്തിന് പോയി. പിറ്റേ ദിവസം എനിക്ക് കുറ്റ്യാടി മീറ്റിംഗ് പങ്കെടുക്കണം. ഒരു കാരണവശാലും ട്രെയിനിൽ ഓടിയെത്തില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ ബോംബെ പറഞ്ഞത്, ഞാൻ വൈഫോട് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെ പോയിരുന്നു. അപ്പം ബോംബെ പോയിട്ട് 3 ദിവസമാണ് എനിക്ക് ട്രെയിൻ യാത്ര ചെയ്തത്. പൈസ എന്താ പറയാ 1,900 2,000 രൂപയായിട്ടും അന്ന് ടിക്കറ്റ് പൈസയായി. അപ്പം തിരിച്ച് വീട്ടിലെത്തിയ ഭാര്യ എന്നോട് വെച്ച്, നിങ്ങൾക്ക് ബോംബെ നിന്ന് ഇവിടത്തേക്ക് ഫ്ലൈറ്റിനാകെ 3,500 റുപ്യയിലുണ്ട്, നിങ്ങൾക്ക് ഫ്ലൈറ്റിന് പോന്നാ പോരെന്നാ ചോദിച്ചു. അപ്പൊ അവിടെ ഒരുപാട് ടൈം ലാവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സാധാരണ കൂലിപ്പണി നിന്ന് മാറി ഇന്ന് എന്താണ് ഇപ്പം വേണമെങ്കിൽ ഫ്ലൈറ്റിന് വരെ യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി അത്രയും എന്നെ ഉയർത്തിയിട്ടുണ്ട് ഈ ബിസിനസ്. അതുകൊണ്ട് തന്നെ ഇത് നാളെ നിങ്ങൾക്കും സംഭവിക്കും. അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് സംഭാഗണം. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ GTSകളാണ്, ഹോം മീറ്റിംഗ് ആണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ആണ്, വർക്ക്ഷോപ്പുകളാണ്, RR ട്രെയിനിങ് പ്രോഗ്രാമാണ്, RTP ആണ്, മെഗാ പ്രോഗ്രാമാണ്. ഇതെല്ലാം ഉപയോഗിക്കലാണ് ഈ ബിസിനസിന്റെ നമ്മൾ ചെയ്യേണ്ടത്. 1-2 വർഷം ഇതിൽ കൃത്യമായി നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കെല്ലാം നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി രക്ഷപ്പെടാൻ പറ്റുമെന്ന 100% നിങ്ങളുടെ 100% നിങ്ങളും വിജയിച്ചിരിക്കുമെന്ന് 100% ഉറപ്പാണ്. ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ എളുപ്പമാണ്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് കാണുകയും എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാൻ അതിനുവേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും മനസ്സും വിശ്വാസവും സർവശക്തനായ ദൈവം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് വെൽക്കം സ്പീച്ച് നടത്തിയ പ്രസാദ് സാറിനും പ്രൊഡക്റ്റ് ചെയ്ത അഖില മേഡത്തിനും, നമ്മുടെ കൺക്ലൂഡിംഗ് സ്പീച്ച് നടത്താൻ നിൽക്കുന്ന പ്രിയ മേഡത്തിനും, അതുപോലെ നമ്മുടെ നാഷണൽ ടീം കോർഡിനേറ്റർ അടുത്ത CTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വിജീഷ് സാറിനും, പിന്നെ പേരെടുത്ത് വന്ന എല്ലാ STC RTC പിന്നെ ZDC DTC ATC TC എല്ലാ ഡിസ്ട്രിബ്യൂട്ടർ ലീഡേഴ്സിനും ഓൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എല്ലാവർക്കും
ഈ വരുന്ന 2025 എന്ന വർഷം വളരെ മഹത്തരമായ ഒരു വർഷമായി നമ്മുടെ ഫാമിലി എല്ലാവർക്കും മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇത്രയും എന്നെ സഹിച്ച നിങ്ങൾക്ക് ക്ഷമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.